ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ പാർട്സിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ചിക്കൻ പാർട്സൊക്കെ വരുമ്പം അതെങ്ങനെ കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ചൂടുകട്ടിയുള്ളൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിതിന് ഒഴിച്ചിരിക്കുന്നത്, കാരണം ചിക്കൻ്റെ പാർട്സിന് നല്ല പോലെ നെയ്യ് കാണും. അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള ഇട്ട് കൊടുത്ത്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചറും ഗാർലിക്കും അത് ചോപ്പ് ചെയ്തത്, ഇഞ്ചി വളരെ ഒരു ചെറിയൊരു പീസ്, ഒരു 8 വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. കാരണം ഈ ഒരു കറി സാധാരണ നമ്മൾ ചാറായിട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഇട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയുന്നത്, കാരണം ഇതിന് നല്ല നെയ്യാണല്ലോ. ഇങ്ങനെ റോസ്റ്റായി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. എനിക്കിത് ഏറ്റവും ഇഷ്ടം ഉപ്പുമാവിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ വളരെ നല്ലതാണ്, പക്ഷേ എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഒരുവിധം നന്നായി തന്നെ വഴന്ന് വരണം. ഒത്തിരി മുരിയൊന്നും വേണ്ട, അത്യാവശ്യം വഴന്ന് വരണം. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. അതിനകത്തേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അല്പം മല്ലിപ്പൊടിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം പോലെ, ഇച്ചിരി എരിവ് കുറവ് മതി. പിന്നെ ടേമറിക് പൗഡർ വേണം. അത് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഗരം മസാല അര ടീസ്പൂൺ. പിന്നെ ഒരല്പം കുരുമുളകും കൂടെ പൊടിച്ചതിടാം. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഒരു കറിക്ക് ചിക്കൻ മസാല ഇട്ടാലും കുറച്ച് നല്ലതാണ്. പക്ഷെ ഞാനങ്ങനെ അധികം ചെയ്യാറില്ല, ഞാൻ ഗരം മസാല യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്ന് നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് വെള്ളം. കാരണം ഇതിൽ നമ്മൾ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടി. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ്റെ പാർട്സ് ഒരു 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ കറികളിൽ ഇടാൻ പറ്റാത്ത കുറേ പീസസ് കാണുമല്ലോ, അങ്ങനെയുള്ള പീസസ് എല്ലാം മാറ്റി വെച്ചിട്ട് അതാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല പോലെ നെയ്യ് കാണും. അപ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറി, ഇതിങ്ങനെ കറി വെച്ചാൽ. ഈ കരൾ അങ്ങനെയുള്ള പാർട്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു 1/2 കിലോ ഉണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു, നല്ല പോലെ മിക്സ് ചെയ്തു. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരല്പം വെള്ളവും കൂടെ, ഒരു 1/2 കപ്പിൽ താഴെ വെള്ളം, ഒരു 1/4 കപ്പ് മതിയാവും, അത്രയും കൂടെ ഒഴിച്ചു കൊടുത്തു. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, എങ്കിലും അത്യാവശ്യം നന്നായിട്ട് വേകാനുള്ള ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കണം. നല്ല പോലെ വെന്ത് കഴിയുമ്പം നമുക്ക് കണ്ടോ, എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വരും. വെന്ത് അതിൻ്റേതായ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുമ്പോൾ അത് എണ്ണ തെളിഞ്ഞു വരും. നല്ല ടേസ്റ്റാണ് ഈ കറി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബാക്കി പാർട്സൊക്കെ വരുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും നന്ദി. ബൈ.